ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടരുന്നതിനിടെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ തിരികെ നാട്ടിലെത്തിച്ചു. ഓപ്പറേഷൻ സിന്ധു എന്ന് പേരിട്ടിരിക്കുന്ന ദൌത്യത്തിന്റെ ആദ്യഘട്ടത്തിൽ 110 വിദ്യാർത്ഥികളാണ് ഡൽഹിയിലെത്തിയത്. ഇൻഡിഗോയുടെ പ്രത്യേക വിമാനത്തിലാണ് ഈ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിച്ചത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് ആദ്യം. बहुत ही अच्छा मतलब आई एम सो थैंकफुल टू एम्बेसी एंड इंडियन गवर्नमेंट जैसे उन्होंने हमें इवैक्यूएट किया और जो भी एम्बेसडर हमारे साथ थे बहुत ही अच्छे थे और मैं उनका थैंकफुल हूँ. सब कुछ अच्छा, बहुत ही अच्छा. फ्यूचर का तो मुझे अभी पता नहीं है. फ्यूचर का वट एवर विल बी तो उसका मुझे तो नहीं पता है फ्यूचर में क्या होगा. इंडियन एम्बेसी उन्हें बहुत हेल्पफुल थे. दे प्रोवाइड एवरीथिंग. दे प्रोवाइड फूड, दे प्रोवाइड एकोमोडेशन, everything good. We were terrified and we saw some drones and injured people, damaged buildings and missiles from far away. But we were very terrified. The missiles scared us a lot, but we are in India now. We are very happy. ഇപ്പോഴുള്ളത് നമ്മുടെ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. ഇവിടെ അല്പം മുൻപാണ് വിദ്യാർത്ഥികൾ, അതായത് ഈ ഇറാൻ ഇസ്രായേൽ സാഹചര്യങ്ങൾ വഷളായതോടുകൂടി, സംഘർഷ സാഹചര്യങ്ങൾ വഷളായതോടുകൂടി ഇറാനിലെ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ ദൌത്യം, അതായത് ഓപ്പറേഷൻ സിന്ധു, അതിന്റെ ഭാഗമായി ആദ്യ വിദ്യാർത്ഥി സംഘം എത്തിച്ചേർന്നത്. അതിൽ 110 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതിൽ 90 വിദ്യാർത്ഥികൾ ജമ്മു കശ്മീരിൽ നിന്നുള്ളവരാണ്. ഈ ഇറാനിൽ നിന്ന് അവരെ സുരക്ഷിതമായി അതിർത്തിയിലൂടെ അർമേനിയയിൽ എത്തിക്കുകയും അവിടെ നിന്ന് ഡൽഹിയിലേക്ക് എത്തിക്കുകയുമാണ് ഉണ്ടായത്. ഇതിനായി പ്രത്യേക വിമാനം ഒരുക്കിയാണ് ഈ 110 വിദ്യാർത്ഥികളെയും കൊണ്ടുവന്നത്. അതിൽ ആണ് ആ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഡൽഹിയിലെത്തിയത്. അവരുടെ ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട്. അതായത് അവരുടെ ഭാവി സംബന്ധിച്ച് എല്ലാം ഉപേക്ഷിച്ച് പോരുമ്പോൾ കൂടിയും ഈ നിലവിലെ സംഘർഷ സാഹചര്യങ്ങളെല്ലാം പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് അവർക്ക് തിരികെ മടങ്ങാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറണം എന്നതാണ് അവർ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത്. അപ്പോൾ ആ തരത്തിലൊരു പ്രതീക്ഷ അവർ വച്ചു പുലർത്തുന്നുണ്ട്. കാരണം അവരുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊരു ആശങ്ക സ്വാഭാവികമായും നിൽക്കുന്നു. പക്ഷേ അവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മടങ്ങുന്ന ആ ഘട്ടത്തിൽ പ്രത്യേകിച്ച് അവരുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങളൊന്നും അവർ താമസിച്ചിരുന്ന ഇടങ്ങളിൽ മാറിയിട്ടില്ല എന്നൊരു കാര്യം കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ അവിടുത്തെ അവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി അവർക്ക് ബോധ്യമില്ല എന്നുകൂടി അവർ ഇവിടെ എത്തിയതിനു ശേഷം പ്രതികരിക്കുന്നുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി വരുന്ന ദിവസങ്ങളിലും മണിക്കൂറുകളിലും കൂടുതൽ വിദ്യാർത്ഥികളെ എത്തിക്കുമെന്ന് കൂടി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഏതാണ്ട് 6000-ഓളം വിദ്യാർത്ഥികളാണ് ഇറാനിലുള്ളത്.